ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ശ്രമങ്ങൾ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെ വീണ്ടും ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. വ്യോമാക്രമണത്തിൽ 6 പലസ്തീൻകാർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ജെനിൻ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. 15 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. പ്രദേശത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേനയായ IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ പുതിയ നീക്കത്തിൽ പ്രകോപിതരായ ഇറാനും യമനും ചേർന്ന് ഇസ്രയേലിനെതിരെ കടുത്ത ആക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, തന്ത്രപ്രധാനമായ ജോർദാൻ താഴ്വര, അഫുല പ്രദേശം, ബെയ്റ്റ് ഷിയാൻ നഗരം എന്നിവിടങ്ങളിലേക്ക് യമൻ സായുധസേന മിസൈൽ വിക്ഷേപിച്ച് ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രയേലിന്റെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചെന്നും ഇൻകമിംഗ് വിമാനങ്ങൾ ബദൽ സ്ഥലങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്തെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെങ്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണിയാണ് നിലവിൽ നൽകുന്നത്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, 2000 കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാമാണ് യമന്റെ ആയുധപ്പുരയിലുള്ളത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് യമൻ സായുധസേനയുടെ തീരുമാനം. യമൻ മാത്രമല്ല, ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇറാനെയാണ്. മാത്രമല്ല, ഇസ്രയേലിനെതിരെ ഇപ്പോൾ കൂടുതൽ ശക്തിയാർജിച്ചു വരികയാണ് ഇറാൻ. ഇറാനിയൻ ആർമിയുടെ കോംബാറ്റ് ഓർഗനൈസേഷനിൽ 1000-ഓളം തന്ത്രപ്രധാനമായ സ്റ്റെൽത്ത്, ആന്റി ഫോർട്ടിഫിക്കേഷൻ, ആളില്ലാ വിമാനങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയുടെ ഉത്തരവനുസരിച്ചാണ് സൈന്യത്തെ വീണ്ടും ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസിർസാദെ, കര വ്യോമനാവികസേനയുടെ കമാൻഡർമാർ എന്നിവർ ഇതിന് മേൽനോട്ടം വഹിക്കും. കൂടാതെ റഡാർ ക്രോസ് സെക്ഷൻ ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനവും രാജ്യം പുറത്തിറക്കിയിട്ടുണ്ട്. ശത്രുക്കളുടെ അറിവുകൾക്കതീതമായി ഇറാന്റെ കൈവശം അജ്ഞാതമായ നിരവധി ആയുധശേഖരമുള്ളതായി ഇറാൻ സായുധസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ അഷ്തിയാനി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ശത്രുവിന് അവയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ ആയുധങ്ങളിൽ ചിലത് ഞങ്ങൾ ഉടനടി പരീക്ഷിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ തങ്ങളുടെ പോരാട്ടശക്തി മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമായി ഇറാനിയൻ സായുധസേന നിരന്തരം പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മേഖലയിലെ എല്ലാ സംഭവവികാസങ്ങളും ഇറാൻ സായുധസേനയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ വിജയം കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ. ഇക്കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ നൽകിയിട്ടുണ്ടെന്നും അതിൽ ഗാസയിൽ വെടിനിർത്തലും ബന്ദിയിടപാടും ഉൾപ്പെടുന്നുവെന്നും സള്ളിവൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇസ്രയേലിന്റെ ചാനൽ 12 ദോഹയിലെ സംഭവവികാസങ്ങളെ നാടകീയമെന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഹമാസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായാണ് സൂചന.